പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളോടുമായി ഒരു ചെറിയ ചിന്ത ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണിത്. ഇന്ന് ആത്മീയകോലത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഓടി നടക്കുമ്പോൾ ഈ വാക്യമാണ് മനസ്സിലേക്ക് വരുന്നത്. ഈയിടെ നടന്ന ഏറ്റവും മനോഹരമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്ന ഒരു കൺവെൻഷൻ്റെ നടുവിൽ അനാത്മീയമായ ഒരു ശുശ്രൂഷ ഉണ്ടായതിൻ്റെ കാരണം അതിൻ്റെ നേതൃത്വം മാത്രമല്ല, എല്ലാ ലോക്കൽ സഭകളും അതിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം കഴിഞ്ഞ 10, 20, 30, 40, 50 വർഷക്കാലം ദൈവവചനം പഠിപ്പിക്കുകയും മാറി മാറി ദൈവ ശുശ്രൂഷകൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷവും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമെന്ത്, വിശ്വാസ സത്യങ്ങളെന്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ത് എന്ന് ജനങ്ങൾക്കും യങ് ജനറേഷനും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സഭ ഒരു പരിധിവരെ പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് വിശ്വാസികളും യങ് ജനറേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി, സത്യമെന്തെന്ന് മനസ്സിലാക്കി, പൗലോസ് പറയുന്ന പോലെ സാത്താനും വെളിച്ച ദൂതൻ്റെ വേഷമെടുക്കും. എൻ്റെ നാമത്തിൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിന് ഏവനുമല്ല, സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തെ കടക്കുന്നത്. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതം ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയുടെ സ്റ്റാൻഡ് എന്ത്, സഭയുടെ നേതൃത്വം ഒരു കാര്യം ശരിയല്ല എന്ന് പറയുകയും അങ്ങനെയുള്ള ശുശ്രൂഷകരെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും അങ്ങനെയുള്ളവരെ വിളിക്കുകയും അവരുടെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു നിലനിൽപ്പില്ലാതെ പോവുകയാണ്. അതുകൊണ്ട് ലോക്കൽ സഭയിലുള്ള സകല വിശ്വാസികളെയും വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാക്കുവാനും നിലനിൽക്കുവാനും സത്യത്തിൽ നിലനിൽക്കുവാനും ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ പുറകെ പോകാതെ ഇരിക്കുവാനും തക്കവണ്ണം വിശ്വാസികളെ യങ് ജനറേഷനെയും വേദപുസ്തകത്തിൽ ഉറപ്പിക്കേണ്ട ആവശ്യം ലോക്കൽ സഭകൾക്കുണ്ട്. ഇങ്ങനെയുള്ളവരാണ് അടുത്ത തലമുറയെ നയിക്കുന്നതെങ്കിൽ നമ്മുടെ യങ് ജനറേഷൻ എവിടെ പോയി നിൽക്കും? അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ അടുത്ത കൺവെൻഷനിൽ വിളിക്കുകയില്ല എന്ന് നിശ്ചയിക്കുന്നതിനോടൊപ്പം നമ്മളുടെ ജനങ്ങളും ഇതുപോലെയുള്ള ശുശ്രൂഷകൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ സത്യത്തിൽ നിലനിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തെ ഘോഷിക്കുന്ന ദൈവിക ശുശ്രൂഷയുള്ള സഭകളായി നമ്മൾ മാറുവാൻ, അനേക ചടങ്ങുകൾ ചെയ്യുന്നതിലല്ല, അനേക പ്രോഗ്രാമുകൾ ചെയ്യുന്നതിലല്ല, അനേകമായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിനപ്പുറം ഈ വരുന്ന തലമുറയും അടുത്ത തലമുറയും വേദപുസ്തക സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന രീതിയിൽ ദൈവസഭയിലെ ഓരോ വിശ്വാസികളെയും ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതാത് ചർച്ചിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും ശുശ്രൂഷകർക്കുമുണ്ട്. അതുകൊണ്ട് ദൈവജനത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സത്യവചനം യഥാർത്ഥമായി പ്രഘോഷിക്കുന്ന സഭകളായി നമ്മൾ മാറുവാനും ഇതുപോലെയുള്ള ദൈവവചനത്തിന് വിരുദ്ധമായ സംഗതികളുടെ പുറകെ ജനങ്ങൾ പോകാതെ ഇരിക്കുവാനും തക്കവണ്ണം ജനത്തെ ദൈവവചനത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. കാണുന്നതെല്ലാം യേശുവിൻ്റെ നാമം എടുത്തതുകൊണ്ട് അത് യേശുവിൻ്റെ പേരിലുള്ള ശുശ്രൂഷയായിരിക്കണമെന്നില്ല, ദൈവം അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയും എന്നാണ് മർത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചിലപ്പോൾ ഇത് അംഗീകരിക്കുന്നവരുണ്ടായിരിക്കാം. ഡിവോഴ്സ് ശരിയെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആണും തമ്മിലുള്ള വിഭാഗം എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ഇതിനെയെല്ലാം
ദൈവവചനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്തെന്ന് ജനങ്ങൾ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.